അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എം കെ ദാരമി ക്രിയേഷൻസ് എന്ന എൻ്റെ ഈ ചാനലിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ. പ്രിയമുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശവ്വാലിന്റെ പൊന്നമ്പിളി പ്രത്യക്ഷപ്പെട്ടതോടെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ സുദിനം ഈദുൽ ഫിത്തർ സമാഗതമായി. അള്ളാഹു അവന്റെ അടിമകളെ സൽക്കരിക്കുന്ന സുദിനമാണ് ഇന്ന്. പെരുന്നാളിന്റെ ഈ പൊൻപുലരിയിൽ പിന്നിട്ട ദിനങ്ങളിലേക്ക് നാം ഒന്ന് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധമായ റമദാനെ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ നാം ഉപയോഗപ്പെടുത്തി എന്ന് ചിന്തിക്കാനുള്ള നിമിഷങ്ങൾ കൂടിയാണിത്. തറാവീഹ് നമസ്കാരങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും ഖുർആൻ പാരായണങ്ങളുടെയും മാസം നമ്മളിൽ നിന്നും കടന്നുപോയി. ഈ ഒരു മാസത്തോടെ എല്ലാ ആരാധനകളും നിലനിന്ന് പോകരുത്. നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ കാലഹരണപ്പെട്ടു പോകരുത്. ഈദുൽ ഫിത്തർ നൽകുന്ന സന്ദേശം സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, പരസ്പര സഹായത്തിന്റെ സന്ദേശമാണ്. സമൂഹ സംഗമത്തിന്റെ ഒരു ഉദാത്ത മാതൃക കൂടിയാണ് ഈദുൽ ഫിത്തർ. ഇന്നത്തെ ദിവസം നാം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നു. അപ്പോൾ തന്നെ സ്വാഭാവികമായി സ്നേഹം കൈമാറുന്നു. മുസാഫത്ത് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു സ്നേഹം ഉദിക്കുന്നത് പോലെ തോന്നുന്നു. ആലിംഗനം ചെയ്യുമ്പോൾ നാം ഒന്നാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് നാം ചെന്നെത്തുന്നു, സ്വയം തോന്നുന്നു. വിശുദ്ധമായ ഈദുൽ ഫിത്തർ എന്നല്ല നമ്മുടെ ആഘോഷങ്ങളൊക്കെ ആരാധനയിലൂടെ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നയം. വിശുദ്ധമായ ഈദുൽ ഫിത്തറിന്റെ ഓരോ കർമ്മങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഫിത്തർ സക്കാത്ത് അടക്കമുള്ള ദാനധർമ്മങ്ങൾ അടക്കമുള്ള ഓരോ കാര്യങ്ങളും ഇന്നിന്റെ ദിനം എല്ലാവരും സന്തോഷം പങ്കുവെക്കണം എന്നുള്ളതാണ്. ഇന്നിന്റെ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ആഘോഷങ്ങളിലും നിഷിദ്ധമായ ഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാതെ, കൂലി കൊടുക്കാതെ, ജനിക്കും മുമ്പേ എല്ലാം ഒരുക്കി തന്ന അള്ളാഹുവിന് നന്ദി പറയുന്നതിന് പകരം ധിക്കാരികളായി മാറുന്ന സമൂഹത്തിലെ ചിലരെ കാണാൻ കഴിയുന്നത് ദുഃഖകരമാണ്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളും സാഗരത്തിലെ തിരമാലകളും മാനത്തൊഴുകുന്ന മേഘങ്ങളും തക്ബീറും തസ്ബീഹുമായി നീങ്ങുന്ന ഈ സുദിനത്തിൽ നാം വിശുദ്ധമായ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങാതെ, അതിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ നിഷിദ്ധമായ ഘോഷങ്ങളിലൂടെയാണ് ഈ ദിവസത്തെ വരവേൽക്കുന്നതെങ്കിൽ നാം എങ്ങനെ ഈദുൽ ഫിത്തറിനെ അത് അർഹിക്കും വിധം സ്വാഗതം ചെയ്യുന്നവരാകും? അതുകൊണ്ട് സ്നേഹവും ഐക്യവും
സൗഹൃദവും നിലനിർത്തേണ്ട ഈ സുദിനത്തിൽ അത് നിലനിർത്തി ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ എല്ലാവരും സന്നദ്ധമാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സ്നേഹസാഗരമാവട്ടെ നമ്മുടെ പെരുന്നാൾ ആഘോഷം, സ്നേഹസംഗമമാവട്ടെ നമ്മുടെ പെരുന്നാൾ ആഘോഷം, സ്നേഹത്തിന്റെ പൂക്കൾ വിതറട്ടെ നമ്മുടെ നാടുകളിൽ, സമാധാനത്തിന്റെ തേരോട്ടം നടക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ, ശാന്തിയുടെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ നമ്മുടെ വീടുകളിൽ, ഒരുമയുടെ നാളുകൾ പുലരട്ടെ വരും നാളുകളിൽ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മനോഹരമായ ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരായിരം ഈദുൽ ഫിത്തർ ആശംസകൾ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.